നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് മാത്രമാണ്. കാരണം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് BSc നഴ്സിംഗിന് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, എൻട്രൻസ് എക്സാം ഉണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഏത് പ്രോസസ്സിലൂടെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്, ഏതൊക്കെ കോളേജസ് ആണെന്നുള്ളത്, കേരളത്തിൽ എങ്ങനെയാണ്, കേരളത്തിന് പുറത്തെന്താ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ, കാര്യങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന ഡൗട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും BSc നഴ്സിംഗിൻ്റെ കംപ്ലീറ്റ് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. BSc നഴ്സിംഗിൻ്റെ കംപ്ലീറ്റ് വീഡിയോ, അതായത് കോഴ്സ് എന്താണ്, ഇതിൽ എന്തൊക്കെ പഠിക്കാനുള്ളത്, ഇത് ആൺകുട്ടികൾക്ക് പറ്റിയ കോഴ്സാണോ പെൺകുട്ടികൾക്ക് പറ്റിയ കോഴ്സാണോ, എന്തൊക്കെ സ്കിൽ സെറ്റുകളാണ് BSc നഴ്സിംഗിന് വേണ്ടത്, ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എന്താണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിഷനെ കുറിച്ചിട്ട് മാത്രമാണ്. അപ്പോൾ കേരളത്തിലെ ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ആദ്യം കേരളത്തിലെ കാര്യം പറഞ്ഞുതരാം. കേരളത്തിൽ ടോട്ടൽ 159 നഴ്സിംഗ് കോളേജസ് ആണുള്ളത്. ഈ 159 നഴ്സിംഗ് കോളേജുകളിലായിട്ട് 9557 നഴ്സിംഗ് സീറ്റുകളാണ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 159 നഴ്സിംഗ് കോളേജിൽ ഗവൺമെന്റ് കോളേജും ഉണ്ട്, പ്രൈവറ്റ് കോളേജ്, മാനേജ്മെന്റ് സീറ്റ്, എല്ലാ സീറ്റുകളും കൂട്ടിയിട്ടാണ് ഈ 159 നഴ്സിംഗ് കോളേജ് പറഞ്ഞത്. ഈ 159 നഴ്സിംഗ് കോളേജിൽ 14 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജസ് ഇന്ന് അവൈലബിൾ ആണ്. ടോട്ടൽ 1090 സീറ്റാണ് BSc നഴ്സിംഗിന് ഗവൺമെന്റ് സൈഡിലുള്ളത്. പ്രൈവറ്റ് സൈഡിലും ഗവൺമെന്റ് സൈഡിലും ടോട്ടൽ കൂട്ടിയാൽ 9557 സീറ്റുകൾ ഇന്ന് BSc നഴ്സിംഗിന് കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗവൺമെന്റ് സൈഡിലുള്ള 100% സീറ്റും, അതായത് ഈ 1090 സീറ്റും അലോട്ട്മെന്റ് കൊടുക്കുന്നത് LBS വഴിയാണ്. LBSനെ കുറിച്ച് പറഞ്ഞുതരാം. LBS എന്ന് പറയുന്നത് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയും. ഇത് കേരളത്തിലുള്ള ഒരു ബോർഡാണ്. ഇവരാണ് കേരളത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സസ് എല്ലാം, അതായത് BSc നഴ്സിംഗ്, MLT, റേഡിയോളജി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഒക്യുപേഷണൽ തെറാപ്പി, ന്യൂറോ സയൻസ്, അനസ്തീഷ്യ ടെക്നോളജി പോലുള്ള കേരളത്തിലെ 15ഓളം പാരാമെഡിക്കൽ കോഴ്സസിന് അലോട്ട്മെന്റ് വിളിക്കുന്നത് LBS മുഖാന്തരമാണ്. അപ്പോൾ LBS എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന +2 അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത +2ന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ LBS ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തുവിടും. അതായത് +2ലെ മാത്രം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയത്തിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. +2ലെ മാത്രമേ നോക്കത്തുള്ളൂ, +1ത്തെ നോക്കത്തില്ല. അപ്പോൾ +2ലെ മാത്രം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് പുറത്തുവിടും. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റും. BSc നഴ്സിംഗ് ഉൾപ്പെടെ 15ഓളം പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നഴ്സിംഗിന്റെ സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ഗവൺമെന്റ് കോളേജിലെ 100% ഓഫ് സീറ്റും, അതായത് ഒരു കോളേജിൽ 100 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 100 സീറ്റും അലോട്ട്മെന്റ് വഴി LBS വഴി മെറിറ്റ് സീറ്റിൽ മാത്രമേ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ ഏകദേശം 23,000 രൂപയുടെ അടുത്താണ് വാർഷിക നഴ്സിംഗിന് ഫീസ് വരുന്നത്. പിന്നെ പ്രൈവറ്റ് കോളേജിലെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ട്, അവിടെ ഒരു 100 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 50% സീറ്റും ഗവൺമെന്റ് മെറിറ്റ്, അതായത് LBSലൂടെ മെറിറ്റ് സീറ്റാണ് വരിക. അതായത് ഒരു പ്രൈവറ്റ് കോളേജിലെ 50% സീറ്റും മെറിറ്റ് സീറ്റ് വരും. ബാലൻസ് വരുന്ന 50% സീറ്റ് മാനേജ്മെന്റ് സീറ്റാണ്. അതായത് 35% സീറ്റ് മാനേജ്മെന്റിനും 15% സീറ്റ് NRIക്കും പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അപ്പോൾ പ്രൈവറ്റ് കോളേജുകളിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഗവൺമെന്റ് മെറിറ്റ് കേട്ടോ, അതായത് LBS വഴി അലോട്ട്മെന്റ് കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LBSന് എന്തായാലും അപ്ലൈ ചെയ്യണം. +2ൽ നല്ല മാർക്ക് വേണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. +2ൽ നല്ല മാർക്ക് വേണം. +2ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ നമുക്ക് BSc നഴ്സിംഗിന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ വേറൊരു സിറ്റുവേഷനും കൂടി ഉണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് കോളേജ്, ഇപ്പോൾ 14 കോളേജ് മാത്രമാണ് ഗവൺമെന്റ് കോളേജ് ഉള്ളൂ. ബാലൻസ് വരുന്നതൊക്കെ പ്രൈവറ്റ് കോളേജസ് ആണ്. അപ്പോൾ പ്രൈവറ്റ് കോളേജസിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു 48ഓളം പ്രൈവറ്റ് കോളേജ് 2024 കണക്ക് പ്രകാരം 48ഓളം പ്രൈവറ്റ് കോളേജുകൾ PNC മാക്കിന്റെ അടിസ്ഥാനത്തിലുണ്ട്. PNC മാക്ക് എന്ന് പറയുന്നത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറയും. ഈ 48ഓളം നഴ്സിംഗ് കോളേജ്, ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 48ഓളം നഴ്സിംഗ് കോളേജുകളുടെ മാനേജ്മെന്റ് സീറ്റ് PNC മാക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് വിളിക്കും. +2ലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അതിൽ അവരൊരു റാങ്ക് ലിസ്റ്റ് പുറത്തുവിടും. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ വേറെ എക്സ്ട്രാ ഡൊണേഷൻസോ കാര്യങ്ങളോ വേറെ ഏജൻസികളുടെ സഹായമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് 48ഓളം പ്രൈവറ്റ് കോളേജുകളിലെ 50% മെറിറ്റ് സീറ്റ് മാറ്റി വെച്ച് ബാലൻസ് വരുന്ന സീറ്റിലോട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വഴി തന്നെയാണ് അവിടെ അഡ്മിഷൻ പോകുന്നത്. അപ്പോൾ സാരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രൈവറ്റ് കോളേജ് ആണെങ്കിലും ഗവൺമെന്റ് കോളേജ് ആണെന്നുണ്ടെങ്കിലും പ്രൈവറ്റ് കോളേജിൽ 50% ഗവൺമെന്റ് സീറ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ വേറൊരു 35% സീറ്റ്, അതായത് 35 കോളേജുകൾ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി കുട്ടികൾക്ക്, ക്രിസ്ത്യൻ കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. AMCSFNCK എന്ന് പറയും. അപ്പോൾ ഇവരുടെ അലോട്ട്മെന്റ് വഴി 35 കോളേജുകളിൽ കുറച്ച് നമ്പർ ഓഫ് സീറ്റുകൾ ക്രിസ്ത്യൻ കുട്ടികൾക്ക് അപേക്ഷ കൊടുത്തിട്ട് അങ്ങനെയും സീറ്റ് കൊടുക്കും.
അപ്പോൾ സാരം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ കോളേജുകളിലും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നഴ്സിംഗിന് സീറ്റ് പോകുന്നത്. പിന്നെ കുറച്ച് കോളേജുകളിൽ അതാത് കോളേജുകൾ എന്ത് ചെയ്യും, മാനേജ്മെന്റ് സീറ്റ് അവരുടെ ഡൊണേഷനോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് സീറ്റ് എടുക്കാൻ പറ്റും. മാനേജ്മെന്റ് സീറ്റ് അവിടെ ചില കോളേജുകളൊക്കെ 80%, 85%, ചില കോളേജ് 75% ഒക്കെ +2 കട്ട് ഓഫ് വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ്മെന്റ് സീറ്റ് എക്സ്ട്രാ ഡൊണേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാനേജ്മെന്റ് ഫീസ് കൊടുത്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ നമുക്ക് സീറ്റ് കിട്ടുകയാണെങ്കിൽ 23,000 രൂപ ഫീസ് വരുള്ളൂ. ഇനിയിപ്പോൾ പ്രൈവറ്റ് കോളേജിൽ 50% LBS വഴി കയറുന്ന മെറിറ്റ് സീറ്റ് ആണെന്നുണ്ടെങ്കിൽ 80,000 രൂപ, 85,000 രൂപ, 90,000 രൂപയുടെ ഇടയിലാണ് ഫീസ് വരുന്നത്. ബാലൻസ് വരുന്ന 50% സീറ്റ് PNC മാക് വഴി കയറുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ അല്ലെങ്കിൽ 1,05,000 രൂപ ആ റേഞ്ചിലാണ് ഈ PNC മാക് വഴി പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരളയിൽ വരുന്ന കോളേജസിൽ ഫീസ് വരുന്നത്. അപ്പോൾ ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത് നമുക്ക് ഫീസ് വരും BSc നഴ്സിംഗ് കേരളത്തിൽ പഠിക്കാൻ. എന്നാൽ പോലും 4 വർഷം നമുക്ക് പ്രൈവറ്റിൽ പഠിക്കുമ്പോൾ 4,00,000 രൂപയുടെ അടുത്ത് ഫീസേ വരത്തുള്ളൂ. അതിന്റെ പുറമെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും കൂടി വരും. പിന്നെ മെറിറ്റിൽ കിട്ടുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പ്രോഗ്രാമുകളും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ അപേക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷം ഒരു എമൗണ്ട് ഇങ്ങോട്ടേക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇതാണ് നഴ്സിംഗ് കോളേജുകളുടെ കേരളത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു കോളേജ് ഉണ്ട്, അതാണ് കൊച്ചിയിൽ വരുന്ന അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറയും. അമൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ അമൃത മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ അമൃത നഴ്സിംഗ് കോളേജിൽ 100 സീറ്റ് BSc നഴ്സിംഗിനുണ്ട്. അവരെന്നെ കണ്ടക്ട് ചെയ്യുന്ന സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗിന് അമൃതയിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ 159 കോളേജ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 160 കോളേജുകളിലായിട്ട് 9,657 സീറ്റുകളാണ്. അതായത് ബിലോ 10,000 സീറ്റ് മാത്രമേ കേരളത്തിൽ BSc നഴ്സിംഗിനുള്ളൂ. ഇതിൽ ഭൂരിഭാഗം സീറ്റിനും അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് +2 നല്ല മാർക്ക് വേണം. നിങ്ങൾ കൊടുക്കേണ്ട എൻട്രൻസ് അല്ലെങ്കിൽ എൻട്രൻസ് അല്ല, നിങ്ങൾ കൊടുക്കേണ്ട അലോട്ട്മെന്റ് പ്രോസസ്സ് 1 LBS ആണ്, 2 PNC MAK എന്ന് പറയും, PNC മാക് ആണ്, 3 AIMCS FNCK എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് ഉണ്ട്, ക്രിസ്ത്യൻ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് നിങ്ങൾക്ക് കേരളത്തിൽ മെയിൻലി അഡ്മിഷൻ കിട്ടുന്നത്. പിന്നെ ഒരു 100 സീറ്റ് കൊച്ചി അമൃതയിലുണ്ട്, അത് അവരെന്നെ കണ്ടക്ട് ചെയ്യുന്ന സെപ്പറേറ്റ് എൻട്രൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2024 കണക്ക് പ്രകാരം ഏകദേശം 1,00,000-ഓളം കുട്ടികളാണ് കേരളത്തിൽ LBS അപേക്ഷ കൊടുത്തത്. അതിലെങ്ങനെ പോയാലും ഒരു 80,000-90,000 കുട്ടികൾ നഴ്സിംഗ് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതിലാകെ 10,000-ൽ താഴെ സീറ്റുകൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്നുള്ളതും നിങ്ങൾ ഓർക്കുക. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്, ഇൻ കേസ് കേരളത്തിൽ കിട്ടിയിട്ടില്ല, നീറ്റ് എഴുതിയാൽ എവിടേക്ക് അഡ്മിഷൻ കിട്ടുന്ന. അപ്പോൾ നീറ്റ് എഴുതിയാൽ കുറച്ച് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ വരുന്ന മറ്റൊരു സ്ഥാപനമാണ് ജിപ്മർ പോണ്ടിച്ചേരി. ജിപ്മർ പോണ്ടിച്ചേരിയിൽ നീറ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർ സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ വിളിക്കും. അപ്പോൾ നീറ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ജിപ്മറിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുന്നത്. വളരെ കുറഞ്ഞ പൈസക്ക് നമുക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റും. പിന്നെ ഇങ്ങോട്ടേക്ക് പൈസ തന്നിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട് നീറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അതാണ് AIFMC എന്ന് പറയും. ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസസിലോട്ട് കയറാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ, പെൺകുട്ടികൾക്ക് ഇത് പറ്റുള്ളൂ. അപ്പോൾ മിലിറ്ററിയിൽ നേഴ്സ് ആവാനും അവിടെ നമുക്ക് ബോണ്ടിങ്ങിലൂടെ ഒരു ലെഫ്റ്റനന്റ് ആ ഒരു റാങ്കിൽ നമുക്ക് ജോലി ചെയ്യാനും പറ്റും. മിലിറ്ററി നഴ്സിംഗ് പഠിച്ച്, അതായത് നീറ്റ് എഴുതും വേണം, MNSന്റെ ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അതിന് അപ്ലൈ ചെയ്തിട്ട് അവരുടെ ഇന്റർവ്യൂ മെഡിക്കൽ ഫിസിക്കലും ഒക്കെ എടുത്തിട്ട് അവിടെ നമുക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% പ്ലേസ്മെന്റ് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും മിലിറ്ററി തന്നെ ജോലി കിട്ടും. അത്യാവശ്യം നല്ല ഗവൺമെന്റ് സാലറി, ഗവൺമെന്റ് പോസ്റ്റിൽ തന്നെ ജോലിക്ക് കയറാൻ പറ്റും. അതും മലയാളി കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എയിംസ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയും. എയിംസിന് ഡൽഹി, ഋഷികേശ് പോലെ 17ഓളം സ്ഥാപനങ്ങളിലായിട്ട് 1,231 BSc നഴ്സിംഗ് സീറ്റുകൾ അവൈലബിൾ ആണ്. ഈ സീറ്റുകൾക്കൊക്കെ മലയാളി കുട്ടികൾക്ക് അവർ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാം ഉണ്ട്. തിരുവനന്തപുരത്താണ് അതിന്റെ എൻട്രൻസ് എക്സാം കേരളത്തിൽ നടക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എയിംസ് കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വളരെ ചുരുങ്ങിയ ഫീസ് 5,000 രൂപ, 6,000 രൂപ ആ റേഞ്ചിൽ, വളരെ 10,000-ൽ താഴെ വാർഷിക ഫീസ് വരത്തുള്ളൂ. സ്കോളർഷിപ്പും ഉണ്ടാവും. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് എയിംസിൽ BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റും. ഇത് വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് ഒന്നെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിക്ക്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി +2 മാത്രം ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ LBS വഴി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
ഈ LBS അല്ലെന്നുണ്ടെങ്കിൽ PNC മാക്കും ഉണ്ട്, AMCSFNCK എന്ന് പറയുന്ന മറ്റൊരു അലോട്ട്മെന്റും ഉണ്ട്, അതുവഴി കിട്ടും. അല്ലെങ്കിൽ കൊച്ചിയുടെ അമൃതയുടെ എൻട്രൻസ് എക്സാം ഉണ്ട്, അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എഴുതി നോക്കുക, അതിലൂടെയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നീറ്റ് എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജിപ്മർ അല്ലെങ്കിൽ ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നഴ്സിംഗിന് ചേരാൻ പറ്റും. പിന്നെ വരുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി, കേരളത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ ഏകദേശം 80,000 90,000 1,00,000 അടുത്ത് കുട്ടികൾ അപേക്ഷ നൽകുന്നുണ്ട്. എങ്ങനെ പോയാലും 80,000 90,000 കുട്ടികളും നഴ്സിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ നഴ്സിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റ്, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിംഗിന്റെ ഉത്തരവ് പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റും പൊതുവായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നഴ്സിംഗ് കുട്ടികളെ ഹയർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇപ്പോഴും എൻട്രൻസ് വന്നിട്ടില്ല, ഈ വർഷം എൻട്രൻസ് വരുന്നില്ല, ഈ വർഷം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എൻട്രൻസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതുകൊണ്ട് കർണാടക സ്റ്റേറ്റ് അവിടെ ഓൾറെഡി നമ്മുടെ നാട്ടിൽ കീമ് പറയുമല്ലോ, അതേപോലെ തന്നെ കർണാടകത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് KEA CET എന്ന് പറയും. അപ്പോൾ KEA CET വഴി അവർ നഴ്സിംഗും ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഇപ്പൊ കർണാടകത്തിൽ ഗവൺമെന്റ് കോളേജ് നമുക്ക് എന്തായാലും കിട്ടില്ല. കർണാടകത്തിലെ പ്രൈവറ്റ് കോളേജുകളിൽ വരുന്ന, ഇപ്പോൾ കർണാടകത്തിൽ ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ട്, എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 100 സീറ്റാണ് BSc നഴ്സിംഗിനുള്ളത്. അതിൽ 20 സീറ്റ് KEA എക്സാം എഴുതിയിട്ട് കന്നഡ കുട്ടികൾ, അവിടുത്തെ കുട്ടികൾക്കുള്ള റിസർവേഷൻ സീറ്റാണ് 20 സീറ്റ്. പ്രൈവറ്റ് കോളേജിൽ വരുന്നതിൽ 20% സീറ്റും കർണാടക കുട്ടികൾക്കുള്ള സീറ്റാണ്. ബാലൻസ് വരുന്ന 80% സീറ്റ് ഉണ്ടാവുമല്ലോ, അത് 80 സീറ്റ് ഉണ്ടാവും. അതിൽ 20 സീറ്റ് വീണ്ടും എന്ത് പോകും, മാനേജ്മെന്റ് സീറ്റ് പോകും. അതായത് പ്രൈവറ്റ് കോളേജ് ഏതാണോ ആ പ്രൈവറ്റ് കോളേജിൽ മാനേജ്മെന്റിന് തീരുമാനിക്കാം ഇത് ഏത് കുട്ടിക്ക് എത്ര ഫീസിൽ എത്ര സീറ്റ് കൊടുക്കണമെന്ന്. അതായത് എത്ര സീറ്റല്ല, 20% സീറ്റ് മാനേജ്മെന്റ് സീറ്റാണ്. ബാലൻസ് വരുന്ന 60% സീറ്റാണ് നമുക്കുള്ള മലയാളി കുട്ടികൾക്കുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി. അത് ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, JSS ആയിക്കോട്ടെ, രാമയ്യ ആയിക്കോട്ടെ, വൈദേഹി ആയിക്കോട്ടെ, കിംസ് ആയിക്കോട്ടെ, ഓക്സ്ഫോർഡ് ആയിക്കോട്ടെ, രാജരാജേശ്വരി ആയിക്കോട്ടെ, AJ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഇങ്ങനെ ബാംഗ്ലൂരും മൈസൂരും മംഗലാപുരത്തുള്ള ഏത് നഴ്സിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സാധാരണ നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ ഏതൊരു നഴ്സിംഗ് കോളേജിലും 60% സീറ്റും അലോട്ട് ആക്കുന്നത് KEA CET ത്രൂ ആണ്. അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. കർണാടക എൻട്രൻസ് എക്സാമിനേഷൻ അവർ കണ്ടക്ട് ചെയ്യുന്ന, നിങ്ങളിപ്പോൾ നിലവിൽ +2 പഠിച്ച അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ 3 വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ 60 മാർക്ക് വെച്ചിട്ടാണ് ഈച്ച് ചോദ്യപേപ്പർ വരിക. ഫിസിക്സ് 60 മാർക്ക്, കെമിസ്ട്രി 60 മാർക്ക്, ബയോളജി 60 മാർക്ക്, ടോട്ടൽ 180 മാർക്കിൽ ഇവരൊരു റാങ്ക് ലിസ്റ്റ് പുറത്തുവിടും. ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കർണാടകത്തിലുള്ള ഏത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ വരുന്ന 60% സീറ്റും നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുത്ത് നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സീറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ ഏകദേശം ഒരു 550-600ഓളം നഴ്സിംഗ് കോളേജസ് ഉണ്ട്. ഈ 600ഓളം ഏകദേശം 550-600ഓളം നഴ്സിംഗ് കോളേജസിലായിട്ട് ഏകദേശം 50,000 അടുത്ത് നഴ്സിംഗ് സീറ്റുകളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആകെ 10,000 താഴെ സീറ്റുള്ളൂ. കർണാടകത്തിൽ ഏകദേശം 10,45,000 50,000 അടുത്ത് BSc നഴ്സിംഗ് സീറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അപേക്ഷ നൽകാൻ പറ്റും. അതിലുള്ള 60% സീറ്റും നോൺ കർണാടക കാൻഡിഡേറ്റ്സിന് അവിടുത്തെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള 1,40,000 രൂപ ഫീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വഴി ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും KEA CET എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,40,000 രൂപ വെച്ചിട്ട് 4 വർഷത്തേക്ക് 5,60,000 രൂപയുടെ അടുത്തേ ഫീസ് വരത്തുള്ളൂ. പിന്നെ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേറൊരു ഏജൻസിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു കൺസൾട്ടൻസിയുടെയോ അല്ലെങ്കിൽ കോളേജിന്റെയോ ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കർണാടകത്തിൽ നിലവിൽ 2022 മുതലുള്ളത്. ഇത് പല കുട്ടികൾക്കും അറിയില്ല. ഇത് നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് കർണാടക എൻട്രൻസ് എക്സാം എഴുതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വരുന്ന 20% സീറ്റ് മാനേജ്മെന്റ് സീറ്റ് ഉണ്ടല്ലോ, ആ മാനേജ്മെന്റ് സീറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്ത് അഡ്മിഷൻ സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡീംഡ്, ഇപ്പൊ കൊച്ചിയിലുള്ള അമൃത യൂണിവേഴ്സിറ്റി പോലെ തന്നെ കർണാടകത്തിൽ ഒത്തിരി ഡീംഡ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. ഏനപ്പോയ യൂണിവേഴ്സിറ്റി, പെസ് യൂണിവേഴ്സിറ്റി, ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി പോലുള്ള ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. ഇതുപോലത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ എൻട്രൻസ് എക്സാം നിർബന്ധമല്ല. അപ്പൊ എൻട്രൻസിന് അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും. അതിന്റെ ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് മാനേജ്മെന്റ് സീറ്റിലോട്ടുള്ളതും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ BSc നഴ്സിംഗ് സീറ്റിന് വേണ്ടിയിട്ടും മാനേജ്മെന്റ് സീറ്റിന് വേണ്ടിയിട്ടും ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ BSc നഴ്സിംഗ് സീറ്റിന് വേണ്ടിയിട്ടും മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിന് മാനേജ്മെന്റ് സീറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഏതൊരു കോളേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് 100% സെക്യൂർ ആയിട്ട് അഡ്മിഷൻ ഗൈഡൻസ് ഞങ്ങൾക്ക് നൽകാൻ പറ്റും. അപ്പോൾ ഇതാണ് കർണാടകത്തിലെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് കേരളത്തിലാണെന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിലും എയിംസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ എൻട്രൻസ് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഇനി ജിപ്മറിലാണെന്നുണ്ടെങ്കിൽ
താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം വഴി ജോയിൻ ചെയ്യുക. ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ നിങ്ങളൊന്ന് ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും. അതുപോലെ വരുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് കർണാടകത്തിലെ CET എക്സാം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കർണാടകത്തിലെ CET എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എൻട്രി കൊടുക്കണം. കാരണം കർണാടകത്തിൽ ഈ 550-600ഓളം കോളേജുകളിൽ പല കോളേജിലും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിങ്ങിന്റെയോ അല്ലെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിലിങ്ങിന്റെയോ ഒരു അംഗീകാരമില്ലാത്ത കോളേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കോളേജസിൽ അലോട്ട്മെന്റ് നിങ്ങൾ തന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്യരുത്, അവിടെ അഡ്മിഷൻ മേടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള അപ്രൂവൽ ഉള്ള കോളേജസിൽ മാത്രം എന്ത് ചെയ്യുക, സൈറ്റിൽ കയറിയിട്ട് അലോട്ട്മെന്റ് കൊടുക്കുക. അപ്പൊ അലോട്ട്മെന്റ് കൊടുക്കാനുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിൽ ഏതൊക്കെ കോളേജസിലാണ് കഴിഞ്ഞ വർഷം സീറ്റ് പോയിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതൊരു കാര്യം നോക്കിയിട്ട് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അലോട്ട്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കർണാടകത്തിലുള്ള നിങ്ങളുടെ റാങ്കിന്റെ അനുസരിച്ചിട്ട് കർണാടകത്തിലുള്ള ഏറ്റവും ടോപ്പ് കോളേജസിൽ നിങ്ങൾക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടും. അത് ഷുവറാണ്. അതിന് വേറെ ഒരു സപ്പോർട്ടും വേണ്ട. അതുപോലെ തന്നെ 20% സീറ്റ് മാനേജ്മെന്റ് സീറ്റ് വരുന്നുണ്ട്. പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ വരുന്ന സീറ്റ്സ് ഉണ്ട്. ഇതിന്റെ അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് BSc നഴ്സിംഗിന് മലയാളി കുട്ടികൾക്കുള്ള അഡ്മിഷൻ കിട്ടാനുള്ള പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി കൂടുതൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ കോൺടാക്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം എന്ത് വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണലി അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഫോമിൽ ആസ്ക് യുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ടുകൾ കറക്റ്റായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഡൗട്ടിന് വേണ്ട ഗൈഡൻസ് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പിൽ ലഭ്യമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ എഡ്യൂക്കേഷൻ ന്യൂസുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാ മലയാളി കുട്ടികളും BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏകദേശം മലയാളി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കാത്തു നിൽക്കുന്നത് ഏകദേശം എങ്ങനെ പോയാലും 10-50,000 അടുത്ത് സീറ്റ് നിലവിൽ ഇന്ത്യയിലുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ 10,000 സീറ്റ് ഉണ്ട്, കർണാടകത്തിൽ ഏകദേശം 40-45,000 സീറ്റ് ഉണ്ട്, എയിംസിൽ 1200 സീറ്റ് ഉണ്ട്, ജിപ്മർ, AFMC, പിന്നെ കുറച്ച് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. എങ്ങനെ പോയാലും ഒരു 10-40,000 സീറ്റ് മലയാളി കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ കേരളത്തിൽ ആകെ 10,000 സീറ്റുകൾ LBS വഴി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കർണാടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റീസിലും പ്രൈവറ്റ് കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റിൽ മാനേജ്മെന്റ് ഫീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക.